BJP എന്ന് പറയുന്ന പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വമ്പൻ തിരിച്ചടിയായിരുന്നു ഏറ്റുവാങ്ങിയത്. ഇതിനോടകം തന്നെ ഇപ്പോൾ ഇതാ വീണ്ടും രാജ്യസഭയിൽ വമ്പൻ തിരിച്ചടി ഏറ്റുവാങ്ങുകയാണ് BJPയും NDA സഖ്യവും. നമുക്കെല്ലാവർക്കും അറിയാം, ലോക്സഭയിൽ നിരവധി ആളുകളുടെ പിന്താങ്ങൽ കൊണ്ടാണ് ഇവർ ഭരണം നിലനിർത്തിയത്. ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡും TDP പാർട്ടിയും കൂടിയൊക്കെ ചേർന്നുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഭരണം നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. ഇതേപോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇതുവരെയും ഒരു ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് BJPക്ക് ആരുടെയും തുണ വേണ്ടായിരുന്നു. തോന്നിയതുപോലെ ഏത് ബില്ലും പാസ്സായി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കഥകളെല്ലാം മാറിപ്പോവുകയാണ്. BJPക്ക് രാജ്യസഭയിൽ 90 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജൂലൈ 13-ാം തീയതി 4 പേർ അവരുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങിയതോടുകൂടി 86 ചുരുങ്ങിയിരിക്കുകയാണ്. NDA സഖ്യത്തിന് മൊത്തത്തിലുള്ളത് 101 സീറ്റാണ്. 113 സീറ്റെങ്കിലും വേണം ഒരു ബില്ല് രാജ്യസഭയിൽ പാസ്സായി മാറാനായിട്ട്. അപ്പോൾ ഇനി കണക്ക് പ്രകാരമൊക്കെ നോക്കുവാണെങ്കിൽ 12 പേരുടെ ആവശ്യം ഇനി BJPക്കും NDA സഖ്യത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ കാരണം ഇതിൽ കുറച്ച് പേർ ഇനി കാലാവധി 2024 തന്നെ കാലാവധി തീരാനും ഉള്ളതായിട്ടാണ് സൂചനകൾ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അവരുടെ ഓരോ ബില്ലുകൾ പാസ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി 12 പേരും കൂടി അവരെ കൂടെ ചേർന്നാൽ മാത്രമേ അവർക്കൊരു ബില്ല് പാസ്സാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുള്ളത്, രാജ്യസഭയിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. കോൺഗ്രസും ഇന്ത്യ സഖ്യവും കൂടിയൊക്കെ ചേർന്നുകൊണ്ട് 87 പേർ രാജ്യസഭയിൽ ഇതിനോടകം തന്നെ അവിടെ വമ്പൻ പ്രതിപക്ഷമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ ഈ ഒരു സീറ്റ് കുറവ്, ഈ BJPക്ക് NDA സഖ്യത്തിന് സീറ്റ് കുറവ് നികത്താനായിട്ട് ഇനി അവർക്കുള്ളത് കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. കൂട്ടുപിടിക്കാൻ ഇവർക്ക് ആകെ ഉള്ളത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഒഡീഷയും ഒന്ന് ആന്ധ്രയുമാണ്. ആന്ധ്രയിലെ TDP എന്ന് പറയുന്ന പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചന്ദ്രബാബു നായിഡുവിന്റെ TDP എന്ന് പറയുന്ന പാർട്ടി സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഉള്ളത് അവിടെ YSR ആണ്. YSR പാർട്ടിയിൽ അവർക്ക് രാജ്യസഭയിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമുള്ള കുറച്ച് സീറ്റുകളുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ YSR ജഗൻമോഹൻ റെഡ്ഡിയുടെ ഈ പാർട്ടി BJPയെ പിന്താങ്ങിയാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ കണക്ക് തന്നെ അവർക്ക് ഒരു കുറച്ച് ആശ്വാസമാകും. പക്ഷേ ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം അതല്ല. TDP എന്ന് പറയുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ TDP എന്ന് പറയുന്ന പാർട്ടിയും ചന്ദ്രബാബു നായിഡുവും ഈ പറഞ്ഞ കണക്ക് ജഗൻമോഹൻ റെഡ്ഡിയെ വല്ലാത്ത ഒരു പീഡനത്തിന് ഇരയാക്കിയിരിക്കുകയാണ്. പീഡനം എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ TDP പാർട്ടി ശ്രമിക്കുകയും പിന്നീട് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെയൊക്കെ ഓഫീസുകൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡു ഇടിച്ചു തകർക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമാണ് അവിടുത്തെ ആന്ധ്രയിലെ ഒരു രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഒരിക്കലും TDP എന്ന് പറയുന്ന പാർട്ടി BJPയെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഈ ജഗൻമോഹൻ റെഡ്ഡി ഈ പറഞ്ഞ കണക്ക് ഈ BJPയെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനൊക്കില്ല. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഉപതെരഞ്ഞെടുപ്പ് വരെയും BJPക്ക് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ജഗൻമോഹൻ റെഡ്ഡി അങ്ങനെ ഒരു കാര്യത്തിന് മുതിരില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJPക്കും NDA സഖ്യത്തിനും രാജ്യസഭയിൽ വമ്പൻ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ളത് ഒഡീഷയാണ്. ഒഡീഷയിൽ കുറച്ചൊക്കെ ഒരു പിൻബലമുള്ളത് ബിജു ജനതാദളിനാണ്. ഈ ബിജു ജനതാദളിന് കുറച്ച് സീറ്റുകളുണ്ട്. അവിടെ 9ഓളം രാജ്യസഭാ അംഗങ്ങൾ നിലവിലുള്ളതാണ്. 11 പേരുണ്ട്. പക്ഷെ അവരുടെ കാലാവധികൾ ഈ ഇടയ്ക്ക് 3 പേരുടെ കാലാവധി എങ്ങാണ്ട് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. കഴിയാറായിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ 9 പേര് ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ബിജു ജനതാദളിന് ഉണ്ട്. അവിടെയുള്ള ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക് അദ്ദേഹത്തിന്റെ നിലപാട് ഇതിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? BJPയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും ഇനി അങ്ങോട്ട് ഈ ബിജു ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി കാണില്ല എന്നുള്ള കാര്യമാണ് പട്നായിക് ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണവും അദ്ദേഹത്തിന്റെ BJPയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഈ ബിജു ജനതാദളിന്റെ നേതൃതലങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒഡീഷയിലേക്കും BJPക്കും അതുപോലെ തന്നെ ഈ NDA സഖ്യത്തിലുള്ളവർക്കും അതുപോലെ തന്നെ ആർക്കും അങ്ങോട്ട് പോയി കതവ് മുട്ടാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ആന്ധ്രയും കൈവിട്ട് ഒഡീഷയും കൈവിടുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മൾ ആ സാഹചര്യം പറയുമ്പോൾ നമ്മൾ അവിടെ നടന്നിട്ടുള്ള വിഷയങ്ങളെ നമ്മൾ ആസ്പദമാക്കിയാണ് അത് പറയുന്നത്. കാരണം ആന്ധ്രയിൽ ഈ പറഞ്ഞ കണക്ക് YSR കോൺഗ്രസിന്റെ ഓഫീസ് വരെ ഇടിച്ചു തകർത്തൊക്കെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഒരു കൂട്ടുകക്ഷി അവിടെ ഓൾറെഡി ഉള്ളപ്പോൾ അവരെ പോയി കൈപിടിക്കേണ്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ആകെ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ
YSR ഒരിക്കലും അങ്ങോട്ട് പോയി കൂട്ടുകൂടാൻ സാധ്യതകൾ ഏറെ കുറവാണ്. ഇതേപോലെ തന്നെയാണ് ഒഡീഷയിലെ അവസ്ഥയും, ഇതുപോലെ തന്നെയാണ് ഹരിയാനയിലേക്ക് അവസ്ഥയും. ചില സ്ഥലങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വരെയും എന്ന് വെച്ചാൽ രാജ്യസഭ പിമാരെയൊക്കെ പിടിച്ച് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് അതിൽ BJPയുടെയൊക്കെ മത്സരിച്ച് ജയിച്ചു പോയ പിമാരുണ്ട്. അപ്പോൾ ഇവിടെയും അവിടെയും ഒരു രാജ്യസഭ ഒരു സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മൾക്കറിയാം, കേരളത്തിൽ നിന്ന് KC വേണുഗോപാൽ അങ്ങനെയാണ് രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് പോയത്. അതിനുശേഷം ഇപ്പോൾ തിരിച്ച് ലോക്സഭയിലേക്കാണ് KC വേണുഗോപാൽ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് നോർത്തിലും അതുപോലെ തന്നെ നമ്മുടെ സൗത്തിലൊക്കെ ആയിട്ട് പല മേഖലയിലായിട്ടൊക്കെ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊക്കെ അവിടെയൊക്കെ ചില പാർട്ടികൾ മുന്നോട്ട് സംസ്ഥാനത്തെ ഭരണം മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് വരും. അതൊക്കെ വമ്പൻ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ BJPക്ക് നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ കൂട്ടുകൂടാനായിട്ട് BJPക്കോ NDA സഖ്യത്തിനോ ആരുമില്ല. ഇതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നത് BJPക്കും NDA സഖ്യത്തിനും നരേന്ദ്രമോദിക്കും ഒരു തലവേദന പിടിച്ച പരിപാടിയായിരിക്കും. ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ബില്ലുകളും മിക്കവാറും ഷെൽഫിലിരുന്ന് പൊടിയടിക്കത്തതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വമ്പൻ പ്രതിപക്ഷം അവിടെ രാജ്യസഭയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. 87 പേര് എന്ന് പറഞ്ഞാൽ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള 87 പേരാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ BJP വെള്ളം വലിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ആരെ പോയി കൂട്ടുപിടിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.